പ്രിയപ്പെട്ടവരെ, വേദകാലത്തെ അറിവുകൾ കേവലം ആത്മീയതയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അവ ബുദ്ധിശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനുള്ള ശാസ്ത്രീയമായ വഴികൾ കൂടിയാണ്. മലയാളത്തിലെ പ്രാചീന ഗ്രന്ഥങ്ങളിലും പാഠ്യപദ്ധതികളിലും ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകളുണ്ട്. വൈദിക സമ്പ്രദായമനുസരിച്ച് ബുദ്ധിശക്തി എന്നത് വിവരങ്ങൾ ശേഖരിക്കൽ മാത്രമല്ല, മറിച്ച് ധാരണാശക്തി ആണ്. മനസ്സിനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നത് മസ്തിഷ്കത്തിലെ ന്യൂറോണുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ശ്വസന പ്രക്രിയ നിയന്ത്രിക്കുന്നത് വഴി തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം വർദ്ധിക്കുകയും ചിന്താക്കുഴപ്പങ്ങൾ നീങ്ങി തെളിച്ചമുള്ള ബുദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു. വൈദിക ആയുർവേദ പ്രകാരം നെയ്യ് മേധ്യ ആണ്, അതായത് ഓർമ്മശക്തിയും ബുദ്ധിയും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ലഘുവായതും പോഷകഗുണമുള്ളതുമായ ഭക്ഷണങ്ങൾ മസ്തിഷ്കത്തിന് ഉന്മേഷം നൽകുന്നു. അറിവ് നേടുന്നതിന് 3 ഘട്ടങ്ങളാണ് വേദങ്ങൾ നിർദ്ദേശിക്കുന്നത്. ശ്രവണം, ശ്രദ്ധയോടെ കേൾക്കുക. മനനം, കേട്ട കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക. നിധിധ്യാസനം, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പ്രാചീന കേരളീയ വിദ്യാഭ്യാസ രീതികളിൽ കുട്ടികൾക്ക് വിദ്യാരംഭത്തിനു ശേഷം നൽകിയിരുന്ന ഒരു പ്രത്യേക ശ്രദ്ധയാണിത്. മേധ എന്നാൽ വെറും ബുദ്ധിയല്ല, മറിച്ച് അറിവിനെ ഉൾക്കൊള്ളാനും അത് കൃത്യസമയത്ത് പ്രയോഗിക്കാനുമുള്ള കഴിവാണ്. സൂര്യപ്രകാശം തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നു. രാവിലെ സൂര്യോദയ സമയത്തുള്ള പ്രാർത്ഥനയും സൂര്യനമസ്കാരവും ബുദ്ധിക്ക് ഉന്മേഷം നൽകുന്നു. മനുഷ്യന്റെ വ്യക്തിത്വത്തിന് 5 തലങ്ങളുണ്ടെന്ന് വേദങ്ങൾ പറയുന്നു. ബുദ്ധിശക്തി പൂർണ്ണമായി വികസിപ്പിക്കാൻ ഈ 5 തലങ്ങളെയും ശുദ്ധീകരിക്കണം. അന്നമേ കോശം, ശരീരം, ആരോഗ്യമുള്ള ശരീരത്തിലെ ബുദ്ധിയുണ്ടാകൂ. പ്രാണമേ കോശം, ഊർജം, ശ്വസനത്തിലൂടെ ഊർജം നിലനിർത്തുക. മനോമേ കോശം, മനസ്സ്, വികാരങ്ങളെ നിയന്ത്രിക്കുക. വിജ്ഞാനമേ കോശം, ബുദ്ധി, യുക്തിപരമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമുള്ള തലം. ഇതാണ് യഥാർത്ഥ ഐക്യു. ആനന്ദമേ കോശം, ആത്മാവ്, മാനസികമായ സമാധാനവും സന്തോഷവും. വേദങ്ങൾ വായ്മൊഴിയായി ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിന്നത് അവ മനപാഠമാക്കാനുള്ള പ്രത്യേക വിദ്യകൾ ഉള്ളതുകൊണ്ടാണ്. ഇതിനെ അഷ്ടവികൃതികൾ എന്ന് വിളിക്കുന്നു. ബുദ്ധി വികാസത്തിനായി ആയുർവേദം നിർദ്ദേശിക്കുന്ന ചില പ്രകൃതിദത്ത മാർഗങ്ങൾ നമുക്ക് നോക്കാം. ബ്രഹ്മി, നാഡീവ്യൂഹത്തെ ശാന്തമാക്കാനും ഏകാഗ്രത കൂട്ടാനും. ശംഖുപുഷ്പം, ബുദ്ധിശക്തിക്കും ഓർമ്മക്കുറവ് പരിഹരിക്കാനും. വേമ്പ്, സംസാരശേഷിയും ഗ്രഹണശക്തിയും വർദ്ധിപ്പിക്കാൻ കേരളത്തിൽ പാരമ്പര്യമായി കുട്ടികൾക്ക് നൽകാറുണ്ട്. കണ്ണുകളും മനസ്സും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. ചിന്തകൾ കൂടുമ്പോൾ കണ്ണുകൾ വേഗത്തിൽ ചലിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ വൈദിക കേരളത്തിൽ പ്രചാരത്തിലുള്ള രീതിയാണ് ത്രാടകം. ഒരു വിളക്കിന്റെ നാളത്തിലോ ഭിത്തിയിലെ ഒരു കറുത്ത ബിന്ദുവിലോ കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കുക. ഇത് തലച്ചോറിലെ ആൽഫ തരംഗങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഇത് കുട്ടികളിൽ ഫോട്ടോജനിക് മെമ്മറി, അതായത് കണ്ട കാര്യങ്ങൾ അപ്പടി ഓർത്തെടുക്കാനുള്ള കഴിവ് വളർത്താൻ സഹായിക്കും. കേവലം വായിച്ചു പഠിക്കുന്നതിനേക്കാൾ ബുദ്ധി വളരുന്നത് സ്വയം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ്. പ്രാചീന ഇന്ത്യയിലെ ലോജിക് സിസ്റ്റമാണിത്. ഒരു കാര്യത്തെ പല കോണുകളിൽ നിന്ന് വിശകലനം ചെയ്യാൻ ഇത് പഠിപ്പിക്കുന്നു. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അന്നേ ദിവസം പഠിച്ച കാര്യങ്ങളെ മനക്കണ്ണിൽ ഒരു സിനിമ പോലെ കാണാൻ ശ്രമിക്കുക.
ഇത് വിവരങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. നമ്മുടെ വിരലറ്റങ്ങൾ തലച്ചോറിലെ വിവിധ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്ഞാനമുദ്ര തള്ളവിരലും ചൂണ്ടുവിരലും തമ്മിൽ മുട്ടിച്ചു പിടിക്കുന്നത്. ഇത് ഏകാഗ്രതയ്ക്കും അറിവ് ഗ്രഹിക്കാനുമുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ഹക്കിനി മുദ്ര 10 വിരലറ്റങ്ങളും തമ്മിൽ മുട്ടിച്ചു പിടിക്കുന്നത്. മറന്നുപോയ കാര്യങ്ങൾ ഓർത്തെടുക്കാനും തലച്ചോറിന്റെ 2 വശങ്ങളെയും ഒരേ സമയം പ്രവർത്തിപ്പിക്കാനും ഇത് സഹായിക്കും. ഐക്യു വർദ്ധിപ്പിക്കുന്നതിൽ ഭാവനയ്ക്കും ചിത്രീകരണത്തിനും വലിയ പങ്കുണ്ട്. വൈദിക രീതിയിൽ ഇതിനെ ധാരണ എന്ന് വിളിക്കുന്നു. ഒരു വിഷയത്തെക്കുറിച്ചോ രൂപത്തെക്കുറിച്ചോ കണ്ണടച്ച് സൂക്ഷ്മമായി ചിന്തിക്കുക. ഉദാഹരണത്തിന്, ഒരു ഗണിത സമവാക്യമോ ഒരു ഭൂപടമോ മനസ്സിൽ വരച്ചു നോക്കുക. ഇത് തലച്ചോറിലെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നു, അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള തലച്ചോറിന്റെ കഴിവ് കൂടുന്നു. നമ്മുടെ ശരീരത്തിലെ 5 വായുക്കളിൽ ഉദാനവായു ആണ് ബുദ്ധിയെയും സംസാരശേഷിയെയും നിയന്ത്രിക്കുന്നത്. ജാലന്ധര ബന്ധം, അതായത് യോഗാഭ്യാസത്തിനിടയിൽ താടി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ രീതി ഉദാനവായുവിനെ ഉത്തേജിപ്പിക്കുന്നു. ഇത് ഓർമ്മശക്തിക്കും ആത്മവിശ്വാസത്തിനും വളരെ നല്ലതാണ്. ശീതളി പ്രാണായാമം, അതായത് നാവ് ചുരുട്ടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന രീതി. ഇത് തലച്ചോറിനെ തണുപ്പിക്കുകയും ദേഷ്യം, സമ്മർദ്ദം എന്നിവ കുറച്ച് ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ബുദ്ധിശക്തി അളക്കുന്ന പ്രധാന മാനദണ്ഡം വേഗതയും കൃത്യതയുമാണ്. ഏകാധികേന പൂർവേണ തുടങ്ങിയ ലളിതമായ സൂത്രങ്ങളിലൂടെ വലിയ കണക്കുകൾ പോലും സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിൽ ചെയ്യാൻ സാധിക്കും. ഇത് തലച്ചോറിന്റെ പ്രീ ഫ്രോണ്ടൽ കോർഡെക്സിനെ ഉത്തേജിപ്പിക്കുകയും പ്രശ്നപരിഹാര ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അമിതമായ വിവരങ്ങൾ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കും. ഒരേ സമയം 100 കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അപാരമായ ബുദ്ധിശക്തി പണ്ട് പണ്ഡിതന്മാർക്കുണ്ടായിരുന്നു. ഇതിനെ അവധാനം എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിന്റെ നിയമങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോൾ ബുദ്ധി കൂടുതൽ തെളിച്ചമുള്ളതാകുന്നു. മനസ്സ് കുറ്റബോധത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തമാകുമ്പോൾ മാത്രമേ ബുദ്ധിക്ക് അതിന്റെ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കാൻ കഴിയൂ. മറ്റുള്ളവരെ സഹായിക്കുക, സത്യം മാത്രം സംസാരിക്കുക തുടങ്ങിയ മൂല്യങ്ങൾ തലച്ചോറിലെ സമ്മർദ്ദ ഹോർമോൺ കുറയ്ക്കുകയും പഠനശേഷി കൂട്ടുകയും ചെയ്യുന്നു. ശരീരത്തിലെ 107 ഊർജ്ജ കേന്ദ്രങ്ങളെയാണ് മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നത്. ബുദ്ധിക്കായി പ്രത്യേക മർമ്മങ്ങളെ ഉത്തേജിപ്പിക്കാം. അധിപതി മർമ്മം, തലയുടെ നെറുകയിലുള്ള ഭാഗം. ഇവിടെ മൃദുവായി തടവുന്നത് തലച്ചോറിലെ രക്തയോട്ടം കൂട്ടാൻ സഹായിക്കും. സ്തപനി മർമ്മം, പുരികങ്ങൾക്കിടയിലുള്ള ഭാഗം. ഇവിടെ വിരൽ കൊണ്ട് ചെറുതായി അമർത്തുന്നത് ഏകാഗ്രതയ്ക്കും ഓർമ്മശക്തിക്കും ഉത്തമമാണ്. സാധാരണയായി നമ്മുടെ ബുദ്ധി വികാരങ്ങൾക്ക് അടിമയാണ്. ദേഷ്യമോ പേടിയോ ഉള്ളപ്പോൾ വധ കുറയുന്നു. ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രശ്നമല്ലെന്നും നിങ്ങൾ ഒരു സിനിമ കാണുന്നതുപോലെ അതിനെ ദൂരെയൊരിടത്തുനിന്ന് നിരീക്ഷിക്കുകയാണെന്നും സങ്കൽപ്പിക്കുക. ഇത് പ്രീ ഫ്രോണ്ടൽ കോർഡെക്സിനെ സജീവമാക്കുന്നു. വൈകാരികമായ സമ്മർദ്ദമില്ലാതെ ഏറ്റവും യുക്തിസഹമായ തീരുമാനം എടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ബുദ്ധി എന്നത് പാറ്റേണുകൾ തിരിച്ചറിയാനുള്ള കഴിവുകൂടിയാണ്.
വൈദിക ജ്യാമിതി അഥവാ ശ്രീചക്ര പോലുള്ള യന്ത്രങ്ങൾ നിരീക്ഷിക്കുന്നത് ബുദ്ധിക്ക് പുതിയൊരനുഭവമാണ്. സങ്കീർണമായ ഒരു വൈദിക യന്ത്രത്തിന്റെ, ഉദാഹരണത്തിന് ശ്രീചക്രം, ചിത്രത്തിന്റെ കേന്ദ്രബിന്ദുവിൽ നിന്നു തുടങ്ങി പുറം വൃത്തങ്ങളിലേക്ക് കണ്ണുകൾ ചലിപ്പിക്കുക. ഇത് തലച്ചോറിന്റെ വിഷ്വൽ പ്രോസസ്സിംഗ് ശേഷി വർദ്ധിപ്പിക്കുന്നു. സങ്കീർണമായ ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഡിസൈനർമാർക്കും ഇത് വളരെ ഫലപ്രദമാണ്. ബുദ്ധിശക്തിയുടെ 3 തൂണുകളായി ഈ പറയുന്നവയെ കാണുന്നു. ധി, പുതിയത് പഠിക്കാനുള്ള കഴിവ്. ധൃതി, പഠിച്ചത് തെറ്റാതെ സൂക്ഷിക്കാനുള്ള കഴിവ്. സ്മൃതി, ആവശ്യമുള്ളപ്പോൾ ഓർത്തെടുക്കാനുള്ള കഴിവ്. പ്രാചീന കേരളത്തിലെ 14ാം പക്വത പോലുള്ള മത്സരങ്ങൾ ബുദ്ധിശക്തി പരീക്ഷിക്കുന്നവയായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വിപരീതമായ ഒരു വാദഗതി സ്വയം കെട്ടിപ്പടുക്കുക. സ്വന്തം ആശയങ്ങളെ തന്നെ ചോദ്യം ചെയ്യുക. ഇത് ബുദ്ധിയുടെ അയവ് വർദ്ധിപ്പിക്കുന്നു. ഒരു കാര്യത്തെ പല വീക്ഷണകോണുകളിൽ നിന്ന് കാണാൻ ഇത് നിങ്ങളെ പ്രാപ്തനാക്കും. ഇപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ എല്ലാം മറന്നുപോയി എന്ന് സങ്കൽപ്പിക്കുക. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഈ ഫിൽട്ടറിംഗ് പ്രക്രിയ നിങ്ങളുടെ ബുദ്ധിയെ കൂടുതൽ കാര്യക്ഷമമാക്കും. ഒരു വലിയ വിഷയത്തെ ഒരു ചെറിയ ചിഹ്നത്തിലേക്കോ ബിന്ദുവിലേക്കോ ചുരുക്കുക. ഉദാഹരണത്തിന്, ഒരു വലിയ പാഠഭാഗത്തെ ഒരൊറ്റ ബീജമന്ത്രത്തിൽ ആവാഹിക്കുക. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ ചിത്രങ്ങളായോ കഥകളായോ മനസ്സിനുള്ളിൽ ബന്ധിപ്പിക്കുക. തലച്ചോർ വാക്കുകളേക്കാൾ വേഗത്തിൽ ചിത്രങ്ങളെയാണ് സ്വീകരിക്കുന്നത്. ശ്വാസഗതിയും ചിന്തകളുടെ വേഗതയും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ശ്വാസം ഉള്ളിൽ പിടിച്ചുവെക്കുന്നതിലൂടെ തലച്ചോറിലെ കാർബൺ ഡയോക്സൈഡ് നിലയിൽ ചെറിയ മാറ്റങ്ങൾ വരികയും അത് ന്യൂറോണുകളെ കൂടുതൽ ജാഗ്രതയുള്ളതാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലവും നിങ്ങളുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നു. കിഴക്കോട്ട് നോക്കി പഠിക്കുന്നത് സൂര്യന്റെ ഊർജ്ജം ലഭിക്കാൻ സഹായിക്കുന്നു. ഇത് തലച്ചോറിന് കൂടുതൽ ഊർജ്ജം നൽകും. പഠിക്കുന്ന സ്ഥലം വൃത്തിയുള്ളതും സുഗന്ധമുള്ളതുമായിരിക്കണം. ഉദാ, ചന്ദനം അല്ലെങ്കിൽ തുളസി. സുഗന്ധം തലച്ചോറിലെ ഓൾ ഫാക്ടറി ബൾബിനെ ഉത്തേജിപ്പിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വൈദിക ഭക്ഷണരീതിയിൽ അമിതമായ മധുരം ബുദ്ധിയെ മന്ദീഭവിപ്പിക്കുമെന്ന് പറയുന്നു. തേൻ തലച്ചോറിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് ഊർജ്ജം നൽകുന്നു. കൽക്കണ്ടവും നെയ്യും ചേർത്ത മിശ്രിതം ബുദ്ധിപരമായ അധ്വാനം ചെയ്യുന്നവർക്ക് ഉത്തമമാണ്. വിപരീത ചിന്തകളെ ഒരേ സമയം വിശകലനം ചെയ്യാനുള്ള കഴിവാണ് ഉന്നത ബുദ്ധി. ഒരു വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരേ സമയം വാദിക്കുക. ഇതിനെ ന്യായവൈശേഷിക രീതി എന്ന് വിളിക്കുന്നു. ഇത് തലച്ചോറിലെ ഇടത്, വലത് ഭാഗങ്ങളെ ഒരേ സമയം പ്രവർത്തിപ്പിക്കുന്നു. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് നിഷ്പ്രയാസം പരിഹാരം കണ്ടെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. ബുദ്ധി മങ്ങുന്നത് മനസ്സിലെ മാലിന്യങ്ങൾ, മാനസിക പിരിമുറുക്കം, അസൂയ, ദേഷ്യം കാരണമാണ്. എപ്പോഴും സംതൃപ്തനായിരിക്കുക. സന്തോഷമുള്ളപ്പോഴാണ് തലച്ചോറിൽ ഡോപമൈൻ, സെറോടോണിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് പഠനശേഷി വർദ്ധിപ്പിക്കുന്നു. ശാരീരികവും മാനസികവുമായ ഊർജ്ജം അനാവശ്യമായി കളയാതിരുന്നാൽ അത് ഓജസ് ആയി മാറുന്നു. ഓജസ് വർദ്ധിക്കുമ്പോൾ മുഖത്ത് പ്രകാശവും ബുദ്ധിയിൽ അസാമാന്യമായ തെളിച്ചവും ഉണ്ടാകുന്നു.
യോഗാഭ്യാസത്തിലൂടെ ഊർജ്ജത്തെ മസ്തിഷ്ക കേന്ദ്രങ്ങളിലേക്ക് നയിക്കുമ്പോൾ അപാരമായ ഓർമ്മശക്തിയും ഏകാഗ്രതയും ലഭിക്കുന്നു. ശ്രുതവാൻ എന്നാൽ കേട്ടറിവുള്ളവൻ എന്നാണ്. പക്ഷേ അത് വെറുതെ കേൾക്കലല്ല. ഒരാൾ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് പിന്നിലെ ഭാവവും അർത്ഥവും പൂർണ്ണമായി ഉൾക്കൊള്ളുക. ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാതെ ശ്രദ്ധയോടെ കേൾക്കുന്നത് തലച്ചോറിന്റെ ഓഡിറ്റോറി പ്രോസസ്സിംഗ് ശേഷി കൂട്ടുന്നു. ഇത് നിങ്ങളുടെ ഗ്രഹണശക്തി 10 വർദ്ധിപ്പിക്കും. വൈദിക അക്ഷരങ്ങൾ അ മുതൽ ക്ഷ വരെ നമ്മുടെ ശരീരത്തിലെ 52 നാഡീകേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അക്ഷരമാലയിലെ ഓരോ അക്ഷരവും അതിന്റെ സ്ഥാനങ്ങളിൽ, ചക്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉച്ചരിക്കുക. ഇത് തലച്ചോറിലെ നിഷ്ക്രിയമായ കോശങ്ങളെ ഉണർത്തുന്നു. ഏറ്റവും വലിയ ബുദ്ധിശക്തി ഉണ്ടാകുന്നത് പരിപൂർണമായ നിശബ്ദതയിലാണ്. ഇതിനെ സമാധി പ്രജ്ഞ എന്ന് വിളിക്കുന്നു. ഒരു മിനിറ്റ് നേരത്തേക്ക് ഒരു ചിന്തയും മനസ്സിലേക്ക് വരാതെ നോക്കുക. ചിന്തകൾ വന്നാൽ അവയെ എതിർക്കാതെ ദൂരെ നിന്ന് നിരീക്ഷിക്കുക. തലച്ചോറിലെ നോയിസ് കുറയുന്നതോടെ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് ശേഷി 200% വരെ വർദ്ധിക്കും. ഐൻസ്റ്റീൻ, ന്യൂട്ടൺ തുടങ്ങിയ പ്രതിഭകൾ ഇത്തരം ശൂന്യമായ അവസ്ഥകളിൽ നിന്നാണ് വലിയ സത്യങ്ങൾ കണ്ടെത്തിയത്. മറവി എന്നത് ബുദ്ധിയുടെ കുറവല്ല, മറിച്ച് വിവരങ്ങൾ അടുക്കി വെക്കാത്തതിന്റെ പ്രശ്നമാണ്. രാത്രി കിടക്കുമ്പോൾ അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ ഉറക്കമുണർന്ന നിമിഷം മുതൽ രാത്രി വരെ എന്ന ക്രമത്തിലല്ലാതെ രാത്രിയിൽ നിന്ന് പിന്നോട്ട് ഓർത്തെടുക്കുക. ഇത് തലച്ചോറിന്റെ വർക്കിംഗ് മെമ്മറി ശക്തമാക്കുന്നു. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും കാര്യങ്ങൾ വേഗത്തിൽ ഓർത്തെടുക്കാൻ ഇത് സഹായിക്കും. വൈദിക ദർശനപ്രകാരം അറിവ് ഗ്രഹിക്കുന്നത് കേവലം തലച്ചോറല്ല. ഇതിനെ അന്ധകരണം എന്നാണ് വിളിക്കുന്നത്. ഇതിന് 4 തലങ്ങളുണ്ട്. മനസ്സ്, സംശയങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം. ബുദ്ധി, തീരുമാനങ്ങൾ എടുക്കുന്ന ഭാഗം. ചിത്തം, വിവരങ്ങൾ സൂക്ഷിച്ചുവെക്കുന്ന സംഭരണി. അഹം, കാരം, അറിവിനെ വ്യക്തിത്വവുമായി ബന്ധിപ്പിക്കുന്നത്. തത്വമസി, അത് നീയാകുന്നു എന്ന വൈദിക പാഠം ബുദ്ധിയുടെ ഏറ്റവും ഉയർന്ന തലമാണ്. താൻ പരിമിതമായ ഒരു ശരീരമല്ല, മറിച്ച് അനന്തമായ അറിവിന്റെ സ്രോതസ്സാണെന്ന തിരിച്ചറിവ് ഭയത്തെ ഇല്ലാതാക്കുന്നു. ഭയമില്ലാത്ത മനസ്സിനെ ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയൂ. നിങ്ങൾ ഒരു പുതിയ വിഷയം പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് 2 മിനിറ്റ് കണ്ണടച്ച് ദീർഘമായി ശ്വസിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തലച്ചോറിലെ എല്ലാ സമ്മർദ്ദവും പുറത്തുപോകുന്നതായി സങ്കൽപ്പിക്കുക. ഈ ശൂന്യമായ അവസ്ഥയിൽ പഠനം ആരംഭിച്ചാൽ അത് ആഴത്തിൽ മനസ്സിൽ പതിയും. മനസ്സാണ് മനുഷ്യന്റെ ബന്ധനത്തിനും മോചനത്തിനും കാരണം. ബുദ്ധി വികസിക്കാൻ മറ്റൊരാൾ പഠിപ്പിക്കുന്നത് വരെ കാത്തിരിക്കരുത്. സ്വയം സംശയങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ജിജ്ഞാസ ആണ് ഏറ്റവും വലിയ ഐക്യു ബൂസ്റ്റർ. നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി മറ്റൊരാളെ പഠിപ്പിക്കുക എന്നതാണ്. വൈദിക കാലത്ത് ശിഷ്യന്മാർ ഗുരുവിൽ നിന്ന് പഠിച്ച ശേഷം സഹപാഠികൾക്ക് അത് പകർന്നു നൽകുമായിരുന്നു.
ഇത് പഠിച്ച കാര്യങ്ങൾ തലച്ചോറിൽ ആഴത്തിൽ ഉറപ്പിക്കാൻ സഹായിക്കും. നമ്മുടെ ബുദ്ധിശക്തിയെയും ബോധത്തെയും കുറിച്ചുള്ള ഇത്രയും ആഴത്തിലുള്ള വൈദിക വിദ്യകൾ ചർച്ച ചെയ്ത സ്ഥിതിക്ക് നിങ്ങളുടെ ഉള്ളിലെ പ്രജ്ഞ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ എനിക്ക് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കണമെന്നുണ്ട്. ഈ ചോദ്യത്തെക്കുറിച്ച് ഒരൽപനേരം ചിന്തിച്ചു നോക്കൂ. ഒരു പുസ്തകം വായിക്കുമ്പോഴോ ഒരാൾ സംസാരിക്കുമ്പോഴോ നിങ്ങളുടെ മനസ്സ് ആ വരികൾക്കിടയിലാണോ അതോ വരാനിരിക്കുന്ന മറ്റേതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള ആലോചനയിലാണോ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കാറുള്ളത്? നിങ്ങളുടെ ഉത്തരങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യൂ. വലിയ മാറ്റങ്ങൾ എപ്പോഴും ചെറിയ ചുവടുവെപ്പുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. വിത്ത് എത്ര ചെറുതാണെങ്കിലും അതിനുള്ളിൽ ഒരു വലിയ വൃക്ഷം ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനു വേണ്ടത് ശരിയായ പരിഗണനയും ധ്യാനമാകുന്ന ജലവുമാണ്. നമ്മൾ ഇവിടെ പങ്കുവച്ച വൈദിക വിദ്യകളും ആധുനിക യുക്തിയും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ വ്യക്തതയും ഊർജ്ജവും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ബുദ്ധിശക്തിയെക്കുറിച്ചോ മനസ്സിനെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കുന്നതിനെക്കുറിച്ചോ സംശയങ്ങൾ തോന്നിയാൽ തീർച്ചയായും എന്നോട് ചോദിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ആ ജീനിയസ് എന്നും ഉണർന്നിരിക്കട്ടെ. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.